എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷംനാദ് അബ്ദുൾ റഹീം. പൊതുവേ നമ്മളുടെ വീഡിയോസൊക്കെ കുറവാണെന്നുള്ളതറിയാം. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കണ്ടൻറ്റ് നിർമ്മിക്കുന്നില്ല. നമുക്കൊരു കണ്ടൻറ്റ് കിട്ടുന്നതനുസരിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ് അല്ലേ? അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും വരുന്ന സമയത്താണെങ്കിലും പുറമേയുള്ള അവരുടെ ആ ഒരു പെരുമാറ്റം, അപ്പോൾ ആ ഒരു മാറ്ററാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. ഇന്ന് എൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സമയത്തെന്ന് പറയുന്നത്, പൊതുവേ സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ അറിയാം, അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള എല്ലാ റോഡും അത്യാവശ്യം നല്ല റഷായിരിക്കും, ബ്ലോക്ക് ഉണ്ടാവാം. കാര്യം കുട്ടികളെന്ന് പറയുന്നത് സ്കൂൾ വാഹനങ്ങളിൽ മാത്രമല്ല, പ്രൈവറ്റ് വാഹനങ്ങളിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേരൻസ് കുട്ടികളെ കൊണ്ടുവന്ന് വിടുകയും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും സ്വാഭാവികമായും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. എങ്കിൽ മാത്രമേ ആ ഒരു കുരുക്കിൽ നിന്നും നമുക്ക് കൃത്യസമയത്തിന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ എത്തിക്കുകയും അതുപോലെ തിരിച്ച് വിളിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ ഒരു സംയമനം പാലിക്കേണ്ടതായിട്ടുണ്ട്. റോഡുകളുടെയൊക്കെ സ്ഥിതി നമുക്കെല്ലാം അറിയാം. എല്ലാ സ്ഥലങ്ങളിലും ഒന്നും റോഡ് ചിലപ്പോൾ പര്യാപ്തമാവണമെന്നില്ല. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിൽ ആയിരിക്കും. അപ്പോൾ അവയെല്ലാമായി നമ്മൾ പൊരുത്തപ്പെട്ട് പോയേ ഒക്കുള്ളൂ. കാര്യം എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇന്ന് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുന്നതിന് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണ് ആ ഒരു പാർട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുന്ന ആ ഒരു സമയത്ത് കുറച്ച് പെൺകുട്ടികൾ, അവർ ഹൈസ്കൂളിലായിരിക്കാം. അപ്പോൾ അവർ നിരന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. ട്യൂഷൻ കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വരിക. അപ്പോൾ അവർ സ്വാഭാവികമായും നിരന്നിങ്ങനെ വന്നപ്പോൾ നമുക്ക് ആ ഒരു ഇടുങ്ങിയ വഴിയിൽ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് താത്തിച്ച് ചോദിച്ചു, മക്കളെ നിങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികളല്ലേ, ഇങ്ങനെ നിരന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ലൈനായിട്ട് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങി നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സുഗമമായി ഈ ഒരു റോഡ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എനിക്ക് അതിൽ നിന്നും ഒരാളിൽ നിന്നും കിട്ടിയ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് അതൊരു തറുതല പോലെ എനിക്ക് തോന്നിയത്. സ്വാഭാവികമായിട്ടും നമുക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ ആ ഒരു പേരൻറ്റിങ്ങിൽ ആ ഒരു അഡ്വൈസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം 2 പേർക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ വേക്കപ്പായി വീട്ടിലെ കാര്യങ്ങൾ നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി, ഇവരെ സ്കൂളിലാക്കിയിട്ട് ഓഫീസിൽ എത്തേണ്ട സമയത്ത് എത്തേണ്ടതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒട്ടുമിക്ക ആൾക്കാരും അത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. അവരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപദേശിക്കേണ്ടതായിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ പൊതുസ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല കാരണങ്ങളാലും ഇതൊക്കെ നമുക്ക് വിട്ടുപോകും ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മക്കളോട് പറയുക, നിങ്ങൾ സ്കൂളിൽ പോകുന്നത് നടന്നാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ സൈക്കിളിലാണെങ്കിലോ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ചില മാനേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മര്യാദ എങ്ങനെയൊക്കെ ആയിരിക്കണം, നിങ്ങൾ ഏത് വശം ചേർന്ന് നിങ്ങൾ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സ്കൂൾ കോമ്പൗണ്ടിൽ എത്തുന്നിടം വരെ. കാര്യം ഈ വാഹനങ്ങളുടെയൊക്കെ ഇടയ്ക്കൂടെ ആയിരിക്കണമല്ലോ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സേഫ്റ്റിയെ മുൻനിർത്തി നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത് അവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞോ ശാസിച്ചോ അല്ലെങ്കിൽ തല്ലിയിട്ടോ ഒന്നുമല്ല അതവരെ ബോധ്യപ്പെടുത്തേണ്ടത്. അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവരോടത് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഒരു കുട്ടി വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും സമൂഹത്തിനോട് അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ഇടപെടുന്ന ആൾക്കാരോട് അത് പെരുമാറുന്നത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ടുകൊണ്ട് നിൽക്കുകയും
നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മാത്രം അത് മറ്റൊരു രീതിയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതും എല്ലാം അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അപ്പം ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പേരൻസ് മാത്രമല്ല, വീട് വിട്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ അധ്യാപകരും കുട്ടികളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം അധ്യാപകരും അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കുട്ടികൾ അതെങ്ങനെ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പം ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു ചോദ്യചിഹ്നമായി വരുന്നുണ്ട്. ഇപ്പോൾ ഇവർ ട്യൂഷന് പോകുന്ന സ്ഥലത്ത് അവിടുത്തെ അധ്യാപകർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങൾ രാവിലെ ഇവിടെ ഇത്ര മണിക്ക് ക്ലാസ്സിന് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന രീതിയിൽ പെരുമാറുക, ഇവിടുന്ന് ക്ലാസ് വിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന വഴിയിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത്, നിങ്ങൾ സൈക്കിൾ കൊണ്ടുവന്ന് പൊതുവഴിയിൽ ക്രോസിന് വെച്ച് ബ്ലോക്ക് ഉണ്ടാകുന്ന തരത്തിൽ ഒന്നും കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെയുള്ള തരത്തിൽ എല്ലാം അവരെ പറഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അവർക്ക്. അപ്പോൾ ഈ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രോപ്പർ റിസൾട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് അവരിൽ അത് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കണോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പം ഇപ്പം ഇങ്ങനെ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ്. ഞാൻ ആ ഒരു കുട്ടിയോട് ഇങ്ങനെയാണ് ചോദിച്ചത്, കാര്യം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ പൊതുവഴിയിൽ നിങ്ങൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തടിച്ച പോലുള്ള ഒരു റിപ്ലൈ ആയിരുന്നു വന്നത്. ഇന്നിപ്പം ഞാനിതിവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പേരൻറ്റും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പം നമ്മൾ ഓരോ പേരൻസും നമ്മൾ കുട്ടികളുമായി ശരിക്കും ആശയവിനിമയം നടത്തുക. അവർ പുറത്ത് പോകുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ ആണെങ്കിലോ പാലിക്കേണ്ട ആ ഒരു മര്യാദകളെപ്പറ്റി നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരെ കൊണ്ടുവന്ന് വിടുകയും വിളിക്കുകയും ചെയ്യുന്ന ഇവരുടെ അമ്മമാരുണ്ടല്ലോ, പലപ്പോഴും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം വളരെ ധൃതി പിടിച്ച്, കാര്യം നമ്മളിങ്ങനെ ധൃതി പിടിക്കേണ്ട ഒരു കാര്യമില്ല. 10 മിനിറ്റോടെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ധൃതിയൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ലെവൽ ക്രോസുകളിൽ അവിടെ ലൈനായി കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഓവർടേക്ക് ചെയ്ത് കവർ ചെയ്ത് കൊണ്ടുവന്ന് അത്രയും ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ചിലപ്പം ആ സ്കൂട്ടറിൽ 2 കുഞ്ഞുങ്ങളായിരിക്കത്തില്ല 3 കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ പരാക്രമം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സൈഡിൽ ഒരു ഹെൽമെറ്റും ഒക്കെ കൊണ്ട് തൂക്കിയിട്ട് ഇതേപോലെ കുട്ടികളെ നിറച്ചിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഒരച്ചങ്ങ് കൊണ്ടുപോയി. അപ്പം നമുക്കതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊക്കത്തില്ല അന്നേരത്തെ ആ ഒരു തിരക്കിനിടയ്ക്ക്. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറുക. നിങ്ങളെ കണ്ടാണ് അല്ലെങ്കിൽ നമ്മളെ കണ്ടാണ് നമ്മളുടെ കുട്ടികൾ വളരുന്നത്. നമ്മൾ ട്രാഫിക് എങ്ങനെ കീപ്പ് ചെയ്യുന്നോ അതവർ കണ്ടുകൊണ്ടിരിക്കുക. കാര്യം അവരെ 2 വീലറിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ ആ വാഹനം കൈകാര്യം ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയിലൂടെ എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു കാഴ്ചപ്പാട് അവരുടേത്. ഇത് കണ്ടാണ് അവർ വളരുന്നത്. അപ്പം മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മൾ പൊതുസ്ഥലത്ത് പാലിക്കേണ്ട ചില മര്യാദകൾ, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് തന്നെ പോവുക. അത് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുക. അതവരുടെ വരുന്ന ഒരു തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് വാർത്തെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് അവർക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇന്നൊരു വീഡിയോ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ഷബ്നാഥ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.